കൃഷ്ണകുമാർ എന്ന മഹാനടൻ, പിന്നെ ഭാര്യ, കുഞ്ഞുങ്ങൾ, ആഹന കൃഷ്ണ, പിന്നെന്താ എന്തൊക്കെയോ കൃഷ്ണകൾ. ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക് കോൺട്രവേഴ്സിയിൽ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇങ്ങനെ ഏറി കയറാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഏറി കയറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര ചർച്ചയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ കോടതി ഉണ്ടല്ലോ, കോടതിയിൽ ഇങ്ങനെ തെളിവൊക്കെ ഇങ്ങനെ നിരത്തിയിട്ട് ഇങ്ങനെ പ്രൂവ് ചെയ്യാണ്. ഇയാൾ സത്യത്തിൽ പൊട്ടനാണോ അതോ നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കുകയാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. ആ സംശയം ഒരുപാട് ആൾക്കാർക്കുണ്ട്. അങ്ങനെ സംശയമുള്ളവരെയൊക്കെ ഇവർ മറ്റേ കമ്മികളാക്കി കളയും, അല്ലെങ്കിൽ കൊങ്ങികളാക്കി കളയും. എന്താണേലും മറുനാടൻ മലയാളി നമ്മുടെ സാജൻ സാറ്, പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. പുള്ളി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. ഒരുപാട് ആൾക്കാർ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും പുള്ളി ഈ കാര്യം എടുത്തു വെച്ച് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു. ഞാൻ ആ ഓഡിയോ മാത്രം കേൾപ്പിക്കാം. വീഡിയോ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓഡിയോ കേൾപ്പിച്ചിട്ട് ഞാൻ അതിനുള്ള മറുപടി ഞാൻ പറയാം. കുമാറിനെതിരെയും അയാളുടെ ഭാര്യ സിന്ധു കൃഷ്ണയ്ക്കെതിരെയും മകളും സെലിബ്രിറ്റിയുമായ ദിയ കൃഷ്ണയ്ക്കെതിരെയും കേരള പോലീസ് ചുമത്തിയിരിക്കുന്ന കേസും വകുപ്പുകളും കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പുള്ളി ഞെട്ടിപ്പോയെന്ന്. കൃഷ്ണകുമാറിനെതിരെയും മകൾക്കെതിരെയും ഭാര്യയ്ക്കെതിരെയും കേരള പോലീസ് ചുമത്തിയിരിക്കുന്ന കേസുകൾ കണ്ടപ്പോൾ, അതിൻ്റെ വകുപ്പുകൾ കണ്ടപ്പോൾ പുള്ളി അങ്ങ് ഞെട്ടി. കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറഞ്ഞ പോലത്തെ സംഭവമാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെ സാധാരണക്കാർക്ക് നീതി കിട്ടും? ഒരു സെലിബ്രിറ്റി കുടുംബത്തിന്റെ സാധാരണക്കാർക്ക് നീതി കിട്ടിയില്ലെങ്കിൽ കുഴപ്പം, നീതി കിട്ടിയാലും കുഴപ്പം. എന്താ പാടേ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എന്നോർത്ത് മൂക്കത്ത് വിരൽ വെച്ചുപോയി. എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലുടൻ ഇങ്ങനെ ചാടിയിറങ്ങുന്നത്? പോലീസിൻ്റെ ജോലി എന്താണ്? സാജൻ സക്രിയ, കൃഷ്ണകുമാർ പോലത്തെ ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പോയിട്ട് നമ്മുടെ പോലീസ് ട്രെയിനിങ് ഇതുണ്ട്, അതിനുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ IPS എന്നുള്ളതൊക്കെ ഫില്ല് ചെയ്യുക, പിന്നെ ട്രെയിനിങ്ങിന് പോവുക, പിന്നെ അപ്പോയിൻമെൻറ്റ് വരും. അങ്ങനെ അപ്പോയിൻമെൻറ്റ് വന്നു കഴിയുമ്പോൾ ഇതുപോലത്തെ ഓരോ ജില്ലകളിൽ, ഓരോ ഡിസ്ട്രിക്റ്റിൽ, ഓരോരോ മറ്റേ കമ്മീഷണറേറ്റിൽ അവിടെയൊക്കെ നിയമനം ഉണ്ടാവും. അങ്ങനെ നിയമനം കിട്ടുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് പറയാം എന്തൊക്കെ പണിയാണ് പോലീസ് ചെയ്യേണ്ടതെന്ന്. അല്ലാതെ ഇങ്ങനെ വന്നിട്ട് യൂട്യൂബ് ചാനലിൽ വന്നിട്ടല്ല പോലീസിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ ദിയ കൃഷ്ണയുടെ ആഭരണശാലയിലെ 3 വനിതാ ജീവനക്കാരികൾ കൃത്രിമം കാട്ടി മോഷണം നടത്തുകയായിരുന്നു. ഇത് പുള്ളി എങ്ങനെയാണ് ഇത് സ്ഥിരീകരിച്ചത്? ഇവർ കൃത്രിമം കാട്ടി മോഷണം നടത്തുകയായിരുന്നു എന്നുള്ളത് നമ്മുടെ കൃഷ്ണകുമാരും ഭാര്യയും കുട്ടികളും കൂടെ കൊടുത്ത കാണിച്ച വീഡിയോസിൽ നിന്നാണ്, പിന്നെ അവർ പറഞ്ഞ വാമൊഴി, അതിൽ നിന്നാണ് ഇവർ ഈ സ്ഥിരീകരിക്കുന്നത്. ഇവർ പറയുന്നത് ആ 3 പെൺകുട്ടികളും കള്ളികളാണ്, 3 പെൺകുട്ടികളും കട്ടിട്ടുണ്ട്, 3 പെൺകുട്ടികളും ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. എന്താ എങ്ങനെ ഇതൊക്കെ തെളിയിക്കുന്നത്? ആരുടെ മുന്നിൽ തെളിയിച്ചിട്ടാണ് നിങ്ങൾ ഈ കടന്ന് ഈ ബബ അടിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സോഷ്യൽ മീഡിയയിലാണ് കോടതിയാ? സോഷ്യൽ മീഡിയ 69 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലൂടെ മാത്രം മോഷ്ടിച്ചെന്ന് തെളിയിക്കപ്പെട്ടതാണ്. ഇവരുടെ ഭർത്താവിന്റെയോ എവിടെ തെളിയിച്ചു? ആര് തെളിയിച്ചു? മറ്റു ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ അക്കൗണ്ടിലൂടെ വേറെ പണം തട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അവർ പണം തിരിച്ചു തരുന്നെങ്കിൽ ആ പെൺകുട്ടികളുടെ മാനം കളയേണ്ടതില്ല എന്ന് കരുതി സംഭവം പിടിക്കപ്പെട്ടിട്ട് 3-4 ദിവസം അവർ പണം തരുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികളുടെ മാനം കളയണ്ട എന്ന് കരുതി. എന്താ ഒരു നന്മമരം! എടാ, ഇയാൾ മണ്ടനാണോ? ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആൾ? കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആൾ ഇത്രയും ലോകവിവരം, മറ്റേ BJPയിൽ എന്തോ നേതാവൊക്കെയാണ്. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഈ ഒരു മണ്ടത്തരം കാണിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പുള്ളിക്ക് സംശയമുണ്ട് ഈ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുത്ത് ഈ തെളിവൊക്കെ അവിടെ കൊടുത്തു കഴിയുമ്പോൾ പോലീസുകാർ വിളിക്കും, അന്വേഷിക്കും, കോടതിയിൽ കൊണ്ടുപോകും. പക്ഷേ അവിടെ സമയം പിടിക്കും. അതിന് മെനക്കെടാൻ സമയമില്ല. ഇവർ സ്വയം കോടതി 3 പെൺകുട്ടികളെ അവിടെ വിളിച്ചു വരുത്തുന്നു. ജോലിയില്ലാത്ത സമയത്ത് നിങ്ങളെങ്ങനെ 3 പേരെ വിളിച്ചു വരുത്തും? അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഓക്കെ, അവിടെ 2-3 ആൾക്കാർ നിൽപ്പുണ്ട്, അതൊക്കെ ആരാണ്? നിങ്ങൾ വീഡിയോ എടുക്കുന്നു. അവരിങ്ങനെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ കള്ളികളാണെന്നാണ് എന്നാണ്. പക്ഷേ ഇത് ഈ കാണിച്ച പരിപാടി തെറ്റാണ്. ഇസ് ഇല്ലീഗൽ പരിപാടിയാണ് കൃഷ്ണകുമാറും ഫാമിലിയും കാണിച്ചത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇവർക്ക് കോടതി പോകാനും സമയം കളയാനും വയ്യ. ഇവർ സ്വയം സോൾവ് ചെയ്യും. ഇപ്പോൾ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ വേറെ ഒരാൾ കൊന്നു, ഇപ്പോൾ കോടതിയിലൊന്നും പോകണ്ട. ഞാൻ പോയിട്ട് ആ കൊന്ന ആളിനെ ഞാൻ കൊല്ലുന്നു. എൻ്റെ ഒരു ബന്ധുവിനെ ഒരാൾ കൊന്നു, അപ്പോൾ ഞാൻ പോയിട്ട് പ്രതികാരം സോൾവ് ചെയ്യാണ് വെളിയിൽ. കോടതിയും പോലീസും ഇതൊന്നും വേണ്ടല്ലോ.
എല്ലാം അടച്ചുകൂട്ടി പോവല്ലോ. ലോ ആൻഡ് ഓർഡർ വേണ്ടല്ലോ. എന്തിനാ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു ഇയാളുടെ പല വീഡിയോസും നല്ല നല്ല വീഡിയോസാണ്. ഇയാൾ വലിയ റെസ്പെക്റ്റഡ് ഒരു വ്യക്തിയാണ്. പക്ഷേ ഇങ്ങനെ വന്ന് ബയാസ്ഡായിട്ട് സംസാരിക്കരുത്. അയാൾ കാണിച്ച തെറ്റാണെന്ന് പറയണം. ആ പെണ്ണുങ്ങൾ കള്ളികളായിരിക്കും. ആ പെണ്ണുങ്ങൾ കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവും. 69 ലക്ഷമോ 75 ലക്ഷമോ 1 ലക്ഷം അല്ല 50,000 അല്ല 20,000 കട്ടാ വരെ അവിടെ നമ്മുടെ നാട്ടിൽ പ്രശ്നമാണ്. 100 രൂപയൊക്കെ പോട്ടെന്ന് വെക്കും. അങ്ങനെ പറഞ്ഞു വിടും. സമയം മെനക്കെടുത്തുണ്ടാകും. പക്ഷെ അതും തെറ്റാണ്. കൃഷ്ണകുമാറും മകളും കുടുംബവും സംയമനം പാലിച്ചു. ഓർക്കണം, പണം തട്ടി എന്ന് തുറന്ന് സമ്മതിക്കുകയും കുറച്ച് പണം തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇവർ പിന്നീട് ടോൺ മാറ്റിയതോടെയാണ് കൃഷ്ണകുമാർ പരാതിയുമായി പോയത്. കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും ഇത്രയധികം പണം മോഷ്ടിച്ചതായി വ്യക്തമായി. അതുകൊണ്ട് കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് പരാതി കൊടുത്തിട്ടും പോലീസ് അനങ്ങിയില്ല. അതേസമയം ഇങ്ങനെയൊരു കേസ് കൊടുത്തു എന്നറിഞ്ഞ ഉടനെ കൗണ്ടർ കേസായി ഈ തട്ടിപ്പ് നടത്തിയ പെൺകുട്ടികൾ വിചിത്രമായ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പരാതി കൊടുക്കുന്നു. ആ പരാതിയിൽ നിന്നും വ്യക്തമാണ്. ഇതിനകത്ത് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം കൊണ്ട് കേസ് കൊടുത്ത കൃഷ്ണകുമാറാണോ ഈ പെൺകുട്ടികളാണോ? എനിക്ക് ആദ്യം മനസ്സിലായെന്ന് വെച്ചാൽ, ഞാൻ ഈ പരിപാടി മൊത്തമായിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ അല്ല, പല വീഡിയോസും ഉണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ കോടതിയിൽ. അവിടെ ആസ് എ ജഡ്ജി ഞാൻ പറയുകയാണ്, ചിരിയാണ് വരുന്നത്. ഇപ്പോൾ ആദ്യം കൊണ്ട് കേസ് കൊടുത്തത് ആരാ? ദിയാകൃഷ്ണ? അതോ കൃഷ്ണകുമാറാ? അതോ രണ്ടുപേരുമോ? അതോ മറ്റേ പെൺകുട്ടികൾ പിന്നെയാണ് വീഡിയോ ഇട്ടത്, പിന്നെയാണ് വന്നിട്ട് മറ്റേ മീഡിയയിൽ സംസാരിച്ചത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇതിങ്ങനെ മാറുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആദ്യം കൊണ്ട് കേസ് കൊടുത്തത് പെൺകുട്ടികളാണെന്നാണ്. അതുകൊണ്ടാണ് കിഡ്നാപ്പിംഗ് മറ്റേ സംഭവമൊക്കെ ആയിട്ട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അത് ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. കേൾക്കാം. ബാഹ്യ ശക്തികളുടെ ഇടപെടലുണ്ടെന്ന് അവർ പറയുന്നത്. ദിയാകൃഷ്ണയുടെ കടയിലെ ജീവനക്കാരികളായ 3 പെൺകുട്ടികള്, വിനീത, ദിവ്യ, രാധാകുമാരി എന്നിങ്ങനെയാണ് ഇവരുടെ പേര്. ഈ 3 പെൺകുട്ടികളെയും കൃഷ്ണകുമാറും ഭാര്യയും മകളും 3 ഗുണ്ടകളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി എന്നാണ്. എന്നിട്ടൊരു മുറിയിൽ കൊണ്ടിട്ട്. പക്ഷെ സംഭവം അത് കേൾക്കുമ്പോൾ നമുക്ക് കളിയായിട്ട് തോന്നിയാലും ആ വീഡിയോയിൽ 3 പേര് അവിടെ ഉണ്ട് കേട്ടോ. ഇവരൊക്കെ ആരാണ്? മാനസികമായി പീഡിപ്പിച്ചു എന്നാണ്. അവിടെ വെച്ച് അവരുടെ കയ്യിലിരുന്ന പണം തട്ടിപ്പറിച്ചു കൊടുത്തു എന്നാണ്. അവരെ ലൈംഗികമായി അധിക്ഷേപിച്ചു എന്നാണ്. ജാതി വിളിച്ച് ചീത്ത വിളിച്ചു എന്നാണ് പരാതിയിൽപ്പെട്ടതാണ്. ഈ പരാതി കിട്ടിയ ഉടൻ കേരള പോലീസ് ചെയ്തത് എന്താണെന്ന് അറിയാമോ? പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമാനമായ വകുപ്പ്. പിന്നെ കേരള പോലീസ് എന്താണ് ചെയ്യേണ്ടത്? ഒരു പരാതി കിട്ടിയാൽ ഇതൊക്കെ സത്യമാണോ എന്ന് നോക്കിയിട്ട് കേസെടുക്കണോ? അങ്ങനെയാണോ? അത് പോലീസിൻ്റെ പണിയല്ല. പോലീസിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഒരു പരാതി കിട്ടുന്നു. ഇപ്പോൾ എനിക്കെതിരെ ഒരാൾ പരാതി തരുന്നു, പോക്സോ, ഞാനൊരു ചെറിയ പ്രായമുള്ള ഒരാളെ ഇങ്ങനെ ചെയ്തു, പോക്സോ വകുപ്പാണ് അങ്ങോട്ട് ഇട്ട് നോൺ ബെയിലബിൾ ഒഫൻസായിട്ട് പോലീസ് വീട്ടിൽ വരും ഇല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയാണ്. പിന്നെ ചില രാഷ്ട്രീയക്കാർ, ചില വലിയ ആൾക്കാർ അവരുടെ രാഷ്ട്രീയ ബലം അതൊക്കെ യൂസ് ചെയ്തിട്ട് ഈ വക കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പേ അവർ അറിഞ്ഞു കഴിയുമ്പോൾ അവർ ബെയിലൊക്കെ അപ്ലൈ ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും നടക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ. അതൊന്നും ഇപ്പോൾ ടോപ്പിക്കല്ല. ഇപ്പോൾ നമ്മുടെ ടോപ്പിക്കെന്ന് പറഞ്ഞാൽ പോലീസ് എന്താണ് ചെയ്യേണ്ടത്? ഒരു പരാതി കിട്ടിയാൽ ആ പരാതിയിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് അവർ FIR എന്ന് പറയുന്ന ഒരു സംഭവം ഇടും. അതിന് മുമ്പ് CSR എന്ന് പറയുന്ന ഒരു സംഭവം ഇടും. FIR ഇട്ടിട്ട് അതിനുള്ള നടപടികൾ, പിന്നെ അറസ്റ്റ്, റിമാൻഡ്, റിപ്പോർട്ട്, പിന്നെ ചാർജ് ഷീറ്റ്, കോടതി കാര്യങ്ങൾ, ഇതൊക്കെയാണ്. അല്ലാതെ ഒരു പരാതിയായിട്ട് ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ ഇത് സത്യമാണോ അല്ലയോ എന്നെങ്ങനെ പോലീസ് മനസ്സിലാക്കുന്നത്? അത് പോലീസിൻ്റെ പണിയാണെന്ന് ഇപ്പോൾ ആൾക്കാർ പറയും. പോലീസിൻ്റെ പണിയാണ്. പക്ഷെ 3 പെൺകുട്ടികൾ വന്നിട്ട് കരഞ്ഞ് ഇങ്ങനെ പറയാണ്. കൂടെ ഒരു വക്കീലുണ്ടാവും ചിലപ്പം, എനിക്കറിയില്ല അവരെങ്ങനെയാണ് പോയെന്ന്. അങ്ങനെ പോയിട്ട് പറയുമ്പോൾ പോലീസ് കൃഷ്ണകുമാറിനെ വിശ്വസിക്കുമോ അതോ ഈ 3 പെൺകുട്ടികളെ വിശ്വസിക്കുമോ? പോലീസ് എപ്പോഴും പെൺകുട്ടികളുടെ വശത്തെ നിൽക്കുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള ഒരുപാട് കേസുകൾ. ആരെക്കുറിച്ച് വേണേൽ പോയിട്ട് മറ്റേ അവൻ എന്നെ പീഡിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ മതി, നോൺ ബെയിലബിൾ ഒഫൻസാണ്. അതിൽ അവർ ചെയ്തോ, അവർ അങ്ങനെ ആയോ ഇല്ലയോ അങ്ങനെ അന്വേഷിക്കുന്ന പോലീസുകാരുണ്ട്. അതൊരു 10%. എല്ലാവരെയും അങ്ങനെ അന്വേഷിക്കണം എന്ന് നമുക്ക് പുഷ് ചെയ്യാനൊന്നും പറ്റില്ല. അവർക്ക് തോന്നിയാൽ അവർ ചെയ്യും. അങ്ങനെ തോന്നിയാൽ ചെയ്യേണ്ടതല്ല ജോലി എന്നാണ് ഇപ്പോൾ ആൾക്കാർ പറയുക. പക്ഷേ പോലീസുകാർക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു കംപ്ലൈനൻറ്റ് ഒരാൾ കംപ്ലൈൻറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ, അതാണ് കംപ്ലൈനൻറ്റ് വന്നു കഴിഞ്ഞാൽ, അയാൾ ഒരു കംപ്ലൈൻറ്റ് തന്നു കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റിൻ്റെ ബേസിസിൽ FIR ഇടുക, കേസെടുക്കുക,
നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക. ഇത്രയേ ഉള്ളൂ പോലീസിൻ്റെ പണി. അല്ലാതെ ഇത് അന്വേഷിച്ച് FIR ഇടുന്നതിന് മുമ്പേ ഇതൊക്കെ ചെയ്താണോ ഓപ്പോസിറ്റ് പാർട്ടിയെ വിളിച്ചാൽ പോയിട്ട് ബെയിലെടുക്കില്ലേ? ഇത് നോൺ ബെയിലബിൾ ഒഫൻസാണ്. കിഡ്നാപ്പിംഗ്, റാൻസം സംഭവം. ചേർന്ന് FIR ഇട്ടു എന്ന് വെച്ചാൽ കൃഷ്ണകുമാറും മകളും ഭാര്യയും ചേർന്ന് 3 ജീവനക്കാരെ, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ ലൈംഗികമായി അധിക്ഷേപിച്ചു, അവരെ ജാതി വിളിച്ച് ചീത്ത വിളിച്ചു, അവരുടെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പ. ഇയാളൊക്കെ ഈ വീഡിയോ കാണിച്ചിട്ട് പറയുന്നത് എനിക്ക് അങ്ങോട്ട് ഇയാൾ ഇത്രയും മണ്ടനാണോ എന്നുള്ള, നമ്മളെ പൊട്ടനാക്കുകയാണോ? ഇയാൾ ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ സാധാരണയായിട്ട് ഒരു ചെയറിലിരിക്കുകയാണ്, ഒരു സോഫയിലിരിക്കുകയാണ്. അപ്പോൾ ഈ ആൾക്കാർ നിൽപ്പുണ്ട്, സൈഡിൽ അവർ നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ്, അങ്ങനെയാണ് സംഭവിച്ചതെന്നാണ്. അതാണ് പുള്ളി പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സിനിമ എടുക്കുന്നതിന് മുമ്പ്, കാരണം ഇവർ സിനിമാക്കാരാണ്. ഇവർക്കൊരു സാധനം, ഒരു ഷോട്ട്, ഒരു മറ്റേ ക്യാമറ എങ്ങനെ വെക്കണം, ആംഗിൾ എങ്ങനെ വെക്കണം, മറ്റേ ലെൻസ് പിടിപ്പിക്കുന്ന പരിപാടിയൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ആൾക്കാരെ, ഈ 3 പെൺകുട്ടികളെ വിളിച്ച് പേടിപ്പിച്ചിട്ട് അവർ പിടിച്ചിരുത്തി വീഡിയോ എടുത്ത് ഇതൊക്കെ പറയണമെന്ന് പറഞ്ഞു കൊടുത്ത് വീഡിയോ എടുത്തിട്ട് അവർക്കൊരു പ്രഷർ ഉണ്ടായി കാണും ചിലപ്പം. അതിൽ വലിയ അബ്നോർമലായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇതൊക്കെ സംഭവിച്ചു എന്നല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം. ഇപ്പോൾ പോലീസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ വീഡിയോ കാണിച്ചാലും പോലീസ് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല കൃഷ്ണകുമാറിനെ. അങ്ങനെ വിശ്വസിച്ചാൽ പോലീസ് പൊട്ടന്മാരാണ്. ആ സമയത്താണ് അന്വേഷിക്കേണ്ടത്. ഈ വീഡിയോ ഒക്കെ എന്തിനാണ് കൊണ്ട് ഓൺലൈനിലിട്ടത്? ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക. സാറേ ഇതുപോലെ വന്ന് സമ്മതിച്ചിട്ടുണ്ട്, ഇത് കണ്ടോ, നിങ്ങൾ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം, നിങ്ങൾ അവരുടെ അതൊന്നും പറയേണ്ട കാര്യമില്ല പോലീസിൻ്റെ അടുത്ത്. സാറേ അവരിങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങളിതിന് വേണ്ട നടപടി എടുക്കണം എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് കൊടുത്താൽ മതി. ഞങ്ങളുടെ കയ്യിലുള്ള തെളിവ് ഇതൊക്കെയാണ്. അവർ ചെയ്യും. അല്ല, അതിനൊന്നും സമയമില്ല. പോലീസിനെ വിശ്വാസമില്ല, കോടതിയെ വിശ്വാസമില്ല. കോടതി പോയി കഴിഞ്ഞാൽ 10 കൊല്ലം പിടിക്കും. ഇതൊക്കെയാണ് സാധാരണ ആൾക്കാർ സംസാരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ സിനിമയിലും ഇതിലൊക്കെ ഉള്ള ആൾക്കാരുടെ ഒരു നിഷേധം ആണിത്. കോടതി നിഷേധം എന്നാൽ നമ്മുടെ ലോ ആൻഡ് ഓർഡറിനെ ഉള്ള നിഷേധമാണിത്. വളരെ തെറ്റാണ്. അപ്പോൾ ഞാൻ ഈ പെൺകുട്ടികൾക്ക് സപ്പോർട്ടോ ദിയാകൃഷ്ണയ്ക്ക് അഗെയിൻസ്റ്റോ ദിയാകൃഷ്ണയ്ക്ക് സപ്പോർട്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും ഭാര്യയും മക്കളും ഒക്കെ ഇവർ ചെയ്തത് പൊട്ടത്തരമാണ്. പണ്ട് വരവേൽപ്പ് എന്ന സിനിമയിൽ ജഗദീഷ് ഒരു കണ്ടക്ടറായിരിക്കും മോഹൻലാലിൻ്റെ ബസ്സിൽ. ലാലേട്ടൻ മറ്റേ കടം മേടിച്ച് ഉത്സവത്തിൻ്റെ എക്സ്ട്രാ ട്രിപ്പൊക്കെ ഓടിക്കൊണ്ടിരിക്കുക. പുള്ളി കളക്ഷനൊന്നും മേടിക്കില്ല. ഒരു ദിവസം നമ്മുടെ കണ്ടക്ടർ വത്സനാണ് അതിനകത്ത്. പുള്ളി അവൻ്റെ വീടിൻ്റെ അവിടെ ഇറങ്ങും, പിന്നെ അവനെ കാണാനില്ല. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മോഹൻലാൽ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വത്സൻ്റെ വീട്ടിൽ പോയിട്ട് 4 തെറി പറയും. എന്നിട്ട് മാമുക്കോയ ക്ലീനറാണ്, അയാൾ പറയും പോലീസിൽ പരാതി കൊടുക്കേണ്ടതെന്ന്. അതൊക്കെ വേണ്ടടാ, പാവം പോട്ടെ. അതിൽ ശരിക്കും മോഹൻലാൽ പൊട്ടനാണ്, പാവം പോട്ടെ, അവൻ്റെ അച്ഛനെയും അമ്മയുടെയൊക്കെ സ്ഥിതിയൊക്കെ കണ്ടില്ലേ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഇവിടെ ഈ കൃഷ്ണകുമാരും ഭാര്യയും മക്കളും, ഈ 3 പെൺകുട്ടികളുടെ ഭാവി, അവരുടെ ഫ്യൂച്ചർ, അത് നമുക്ക് താറുമാറാക്കാൻ പാടില്ല. നമ്മളായിട്ട് അവരുടെ ജീവിതം കളയാൻ പാടില്ല എന്നുള്ള ഉദ്ദേശ ശുദ്ധിയോടെ കൂടെ ഇവർ പോലീസിൽ പോയി കംപ്ലയിൻ്റ് ഒന്നും കൊടുത്തില്ല എന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ട് അങ്ങനെ വിഴുങ്ങാൻ പറ്റില്ല. തൊണ്ടയിൽ കൊടുക്കും. എന്തോ പോലീസിനെ വിശ്വാസമില്ല, കോടതി പോയാൽ സമയം പിടിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സെലിബ്രിറ്റി മറ്റേ വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളും വലിയ മറ്റേ ആൾക്കാരാണ്. ജാതി പറഞ്ഞ് ആ പെൺകുട്ടികളെ അധിക്ഷേപിച്ചു എന്നവർ പറയുന്നുണ്ട്. അതിന് പുള്ളി വന്നിട്ട് ഇന്നലെ തള്ളുകയാണ്. ഞാൻ മറ്റേ ഫിഷിംഗ് ഹാർബറിൻ്റെ ആ ഏരിയയിലൊക്കെയാണ് ഞാൻ ഇലക്ഷനിൽ നിന്നിട്ടുള്ളത്, പ്രവർത്തിച്ചിട്ടുള്ളത്, ആന ചേന എന്നൊക്കെ പറഞ്ഞു. എന്താ വാടകയിൽ പറയുന്നത്? ആന എന്ന് പറയുമ്പോൾ മറ്റേ പറഞ്ഞ തെറിയായി പോവും. വേണ്ട, ഈ കാണിച്ചത് വെറും മണ്ടത്തരമാണ്, അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു മണ്ടത്തരമാണ്. ഇവർ എന്തോ മറ്റേ കാശിൻ്റെ ടാക്സ് വെട്ടികളോ എന്തോ പരിപാടി എന്തോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് ഒരു സംശയമാണ്. ഒരുപാട് ആൾക്കാർക്ക് ആ സംശയമുണ്ട്. കമൻസിൽ വന്നിട്ട് തള്ളി വിടുന്നുണ്ട് ആൾക്കാർ. വെറുതെ ആൾക്കാർ വന്ന് അങ്ങനെയൊക്കെ പറയുമോ? ഇതൊക്കെ വെറുതെ പറഞ്ഞാലും അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്, അതൊക്കെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ കേസ് ഇതോടെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലെന്തെങ്കിലുമൊക്കെ പൊന്തി വരാനുള്ള സാധ്യതകളുണ്ട്. എന്താല്ലേ, 3 പെൺകുട്ടികളെ വിളിക്കുന്നു, പിടിച്ചിരുത്തുന്നു, വീഡിയോ എടുക്കുന്നു, തെളിവ് ശേഖരിക്കുന്നു. കണ്ണൂർ സ്ക്വാഡോ? ആണേലും കൊള്ളാം. എന്നിട്ട് മറ്റേ അപ്പനും മോളും അമ്മുമ്മയും
അമ്മയും ഒക്കെ മറ്റേ ഓരോരോ ഫാമിലി മറ്റേ വ്ളോഗർമാരാണ്. അപ്പോൾ അതിനൊക്കെ മാത്രമേ ഇവർക്ക് സമയമുള്ളൂ. സ്വന്തമായിട്ടൊരു കടയുണ്ട്, ആ കടയിൽ CCTV കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫോണിലെടുത്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇവരെന്താ ഈ മറ്റേ അവരുടെ ഫോൺ കാണിച്ച് ക്യാഷ് മേടിക്കുന്നത്? അവരെന്തിനാ ഈ ബിൽ പേയ്മെൻറ്റ് ക്യാഷ് അങ്ങനെ മേടിക്കുന്നത്? ഇത് ശ്രദ്ധിക്കാനുള്ള സമയമില്ലാത്ത ആൾക്കാരാണോ ഇത്രയും വലിയ കടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇതൊക്കെ അങ്ങനെ അങ്ങ് വിഴുങ്ങാൻ കുറച്ച് പാടാണ്. എന്താണെങ്കിലും നോക്കാം നമുക്ക്. ഈ സോഷ്യൽ മീഡിയ കോടതിയെ വിശ്വസിക്കരുത്. ഇതിലെന്തും സംഭവിക്കാം. ഈ സക്രിയ, നമ്മുടെ സാജൻ സക്രിയ പോലത്തെ ആൾക്കാർ ഇങ്ങനെയും പറയും അങ്ങനെയും പറയും. പുള്ളിയോട് എനിക്ക് ഭയങ്കര ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചൊരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നല്ല നല്ല വീഡിയോസാണ് പുള്ളി, നല്ല ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നെ പോലെയല്ല ഇതുപോലത്തെ പിച്ചക്കാരെ വീഡിയോ അല്ല. പുള്ളിയൊക്കെ നല്ല പ്രൊഫഷണലായിട്ടുള്ള വീഡിയോ എടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഒരു കംപ്ലൈൻറ്റുമായിട്ട് 3 യുവതികൾ ചെന്നു. ആ പറഞ്ഞത് മൊത്തം അങ്ങനെ വിശ്വസിച്ച് പോലീസ് അങ്ങ് കേസെടുക്കുകയാണോ വേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ എന്താ ബായി പറയേണ്ടത്? പിന്നെ എന്താണ് വേണ്ടത്? പോലീസ് ഈ കംപ്ലൈൻ്റായിട്ട് വന്നവരെ പിടിച്ചകത്താക്കണോ? അതാണോ വേണ്ടത്? എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവർ കാണിച്ചത് ഒന്നെങ്കിൽ സം ക്രിമിനൽ ആക്ടിവിറ്റി. ക്രിമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 420 ചീറ്റിംഗ്, അങ്ങനത്തെ മണി ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു തരികിട പരിപാടി. അല്ലെങ്കിൽ ഇവർ കാണിച്ച വെറും പൊട്ടത്തരമാണ്. പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ ഈ പോലീസും കോടതിയും ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഇവർ മറ്റേ തെളിവൊക്കെ എടുത്തിട്ട് ഇവർ മറ്റേ പരിപാടി ഉണ്ടല്ലോ, അത് ഇന്ത്യയിൽ നടപ്പില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ.